ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കഴിഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞു ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് BP കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? മനസ്സിലായി പോയില്ലേ? മനസ്സിലായി. സെറ്റായില്ലേ? കരയല്ല അമ്മ. ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ല. ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്ന് അറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ട, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളെന്ന് പറയുമ്പോ ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ? അതിനിടയ്ക്ക് വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ടാ ഞാൻ അവളെ നോക്കിയെന്നറിയോ? എന്നോട് അവൾ ഈ ചതി ചെയ്തത്. അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായം ഒരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന് ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെ തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നത് അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവന്ന് പറഞ്ഞു നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടി ആയിരുന്നു. എന്താടാ നിനക്ക്? എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടെയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ? കല്യാണത്തിന്റെ അന്ന് വരെ ഇത്ര വൃത്തിയായിട്ടുള്ള ഞാൻ കല്യാണം കഴിക്കേണ്ടത്. ഇവിടെ കെട്ടണേക്കാലം വരെ ഞാൻ ചാവണതാ. ഒടുവിൽ ഒരു വഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. നീ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കണ. ഇനി നിങ്ങൾ ഒരു വഴി ഉണ്ടാക്കണ്ട. പിന്നെ ഇനി 2-ൽ ഒരാൾ ജീവിച്ചാൽ മതി. എനിക്കെന്തായാലും മരിക്കാൻ പറ്റില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കൊല്ലണം. കൊല്ലാനോ? അവളെ കൊല്ലണം. നീ എന്ത് പ്രാന്താണാ പറയണത്? ഇത് പ്രാന്തൊന്നുമല്ല, ഇത് എന്റെ തീരുമാനമാണ്. എങ്കിലേ ആ തീരുമാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാ മതി, കേട്ടാ? ഓഹോ, അപ്പൊ എല്ലാം കഴിഞ്ഞ് പാതവഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള നിങ്ങളുടെ പരിപാടി? എടാ, നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ എന്തുന്നാണത്? പിന്നല്ലാതെ ഇവനെ ഞാൻ ചതിച്ചു. ഒരു പെണ്ണിനെ മോഹിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ട എന്നെ ചതിച്ചത് ഇവനാ. അതിന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല. എന്നിട്ടത് മറക്കാനായിട്ട് നാടും വീടും വിട്ട് ഇവിടെ വന്ന് കയറി. എന്നിട്ട് ഇവിടെ എന്നെ ഉണ്ടാക്കാനായിട്ട് വന്നു ചേർത്തേക്കണു.
ദേ, ഈ പ്രശ്നം നീ ഒറ്റയ്ക്കൊക്കെ പരിഹരിച്ചാ മതി. നീ അവളെ കൊല്ലുക തിന്നി എന്താ വെച്ചാ ചെയ്തോ. ഞങ്ങളൊന്നിനും പ്രതീക്ഷിക്കണ്ട. നീ വേണോ? അണ്ണവൻ്റെ വാ. എന്നാ വാ. ഉക്കോളാ. മുഹൂർത്തായി. നീ മണ്ഡപത്തിലേക്ക് ഇറങ്ങി. അവക്ക് ഇത് ഞങ്ങൾ കൊടുത്തോളാം. അണ്ണ നല്ല വീരം കൂടി വശ. ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പ തട്ടിപ്പോവും. സൂക്ഷിക്കണേ. സദ്യ കഴിഞ്ഞപ്പോ ജയിലിലായിരിക്കും അല്ലേ? നോക്കിട്ട് വാ, ആരെങ്കിലും ഉണ്ടോന്ന് പോയി നോക്കടാ. ആരൂല ആരുമില്ലേ? എന്നാ നീ കൊടുക്ക്. ഞാൻ കൊടുക്കൂല. ഞാൻ 2ാം പ്രതി ആയിക്കോളാം. 1ാം പ്രതി ആവൂല. എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. എന്നാ നീ കൊടുക്ക്. എനിക്ക് വശം കൊടുത്തില്ല, അവൻ കൊണ്ട് കൊടുക്കട്ടെ. ഒന്ന് കൊടുക്കടാ. എന്നെ വിട്ടേക്ക് ശിവന പ്ലീസ്. ഒന്നും കാണാൻ പറ്റില്ല. സീൻ പിടിച്ച് കണ്ടിട്ട് ക്ലച്ചു പോകുന്നു. എന്താണ് പ്രശ്നം? എന്താണ് അവിടെ തർക്കം? അല്ല, ഈ ജ്യൂസ് കൊടുക്കാനായിട്ട്. ഈ ജ്യൂസ് കല്യാണ പെണ്ണിന് കൊടുക്കണം അമ്മാവ. അതിനെ പറ്റിയുള്ള തർക്കാണ്. ആര് കൊടുക്കുന്ന അറിയാൻ വേണ്ടി. അത്രേ ഉള്ളോ? അതെ. അതെ, നിങ്ങൾ ആരും ഇനി അവക്ക് ജ്യൂസ് കൊടുത്ത് ബുദ്ധിമുട്ടണ്ട. എന്റെ മോക്ക് ജ്യൂസ് കൊടുക്കാൻ എനിക്കറിയാം. നീ ആ ജ്യൂസ് കൊടുക്കാൻ നീ അല്ല മാവ, അത് പോടാ പോടാ വാ. പോവാൻ. 1ാം പ്രതി ആവാൻ ഒരാളെ കിട്ടിയിടവേ. എടാ, അത് അയാൾ അവക്ക് കൊടുക്കൂ. ആ കൊടുക്കുമായിരിക്കും. എനിക്ക് ദേവസഹായം വരെ ഒന്ന് പോണായിരുന്നു. നീ ഒരു സഹായത്തിലേക്കും പോകണ്ട. പെടുവാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് വിടും. അത്രേ ഉള്ളൂ. എന്റെ പറയപ്പ. അതെ, മുഹൂർത്തത്തിന് സമയം. പെൺകുട്ടിയെ വിളിച്ചോളൂ. ഓ സമയമല്ലോ. അതെ വത്സലേ, അതെ കുട്ടി റെഡിയാങ്ങി വരാൻ പറ. ചെല്ലേ. അങ്ങോട്ട് കയറാം. അയ്യോ അതെ, പണി പാളിയെന്ന് തോന്നുന്നു. അവള് വീണ്ടും മുങ്ങി. എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ പെണ്ണൻ കുമാരനാണെന്ന. അവനാണ് ഈ ബിസിനസ്സിലെ എന്റെ ഏറ്റവും വലിയ ശത്രു. ആൾക്കാർ കൈവയ്ക്കും മുമ്പേ നമുക്ക് അവിടെ നിന്ന് മുങ്ങിയാലോ? നീ അവിടെ ഇരിക്കി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. അവള് ചത്തല്ലേ? പിന്നെ മോളെ, മോളെ, സിന്ധു, സിന്ധു. അപ്പൊ അവിടെ ഒച്ച കേട്ടതോ? അത് അവളെ കാണാനില്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബോധം കെട്ട് വിടാ. വത്സലേ, വത്സലേ, ശാന്തേ, അവള് ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം മൊത്തം ചക്ക കുടയുന്നല്ല കുഴപ്പമാ. അവിടെ മൊത്തം പ്രശ്നമാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ നിക്കേ. അവള് വരുവാണെങ്കിൽ അപ്പ എന്നെ വിളിച്ചോണം. ഓക്കെ? വേറെ കോള് വന്നാ പോയേക്കരുതേ. എന്നാലും ഞാനതല്ല ആലോചിക്കണേ. ഇവിടെ അവിടെ പോയി. എന്തായാലും നമ്മുടെ തലേന്ന് ഒഴിഞ്ഞില്ലേ. എനിക്കതല്ല സംശയം. ആ വിഷം അതെവിടെ പോയിന്നാ. എടുത്ത്. ഹലോ. ഹലോ, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. എന്റെ പേര് പറഞ്ഞ ഒരു പക്ഷെ നിനക്ക് മനസ്സിലാവും. അശോകൻ, തൈക്കാട്ടിൽ അശോകൻ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത്. എന്റെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് എനിക്ക് ബോധ്യമാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്താണ് ഇവിടെ ഒരു ബഹളം ആൾക്കൂട്ടമൊക്കെ ആ പാലത്തിനടുത്ത്? ഓ പഴയതുപോലെ തന്നെ ആരോ ഒരുത്തൻ ചാടിച്ചാവാൻ നിൽക്കുന്നു. എടാ സഞ്ജു, ഇവിടെ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നാടുവിടാൻ നോക്കുക. നീയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന് ചാവാനും നോക്കുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കൂട്ടുകാർ തമ്മിൽ കണ്ട സീൻ കൊള്ളാം. അടിപൊളി. എടാ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടാ, നിനക്ക് അത്ര ചങ്കിക്കൊണ്ട പ്രണയം നിനക്ക് അവളെ വിളിച്ച് കെട്ടിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അവളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നാടാ. പക്ഷേ
നാളെ അവളുടെ അയാളുടെയും കല്യാണമാ. കാശുള്ളതുകൊണ്ട് അവളുടെ വീട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ടാ. ഇപ്പോ അവളെ അയാൾ പൂട്ടിയിട്ടിരിക്കുക എവിടെ? അയാളുടെ വീട്ടില്. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അവളെ പൊക്കാൻ ഒന്നുകൂടി ശ്രമിച്ചാലോ? നടന്നില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്തോ? എന്തേ? ഇതിലേതാ നീ പറഞ്ഞ തെണ്ടി? അവൻ ഏതാ നടുക്കണ വെള്ളത്തണ്ടിയാണോ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ദേ ഇപ്പൊ വരാം. ആ നാളെ 9:30 ഇറങ്ങും. ആ ആ ഇല്ല, നീ നേരെ അങ്ങോട്ട് വാ. ആ ഓക്കെ. എങ്ങോട്ടാ നീ? മാഡത്തിന് ഫുഡ് കൊണ്ടെടുക്കാൻ പോവാ. എന്താണ് അവിടെ? ആരാടാ നീ? ചേട്ടാ ഞാൻ ലൈറ്റ് ബോയ് ആണ്. ലൈറ്റ് ബോയ്. ലൈറ്റ് ബോയ്ക്ക് എന്താടാ ഇവിടെ കാര്യം? അത് സാറ് മാഡത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എടാ, സാറ് പറഞ്ഞാലും ആര് പറഞ്ഞാലും മാഡം ഈ വാതിലിന് പുറത്തിറങ്ങണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കുന്നു. എന്താ താക്കോലേ എന്റെ കയ്യിലാ. അതെ, ഞാൻ സഞ്ജുവിന്റെ ഫ്രണ്ടാ. നമുക്കിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടുമെന്ന് അതൊക്കെ നമുക്ക് നോക്കാം. താനിപ്പോ നടക്ക്. ചേട്ടാ ഇവിടെ മതി. ഇവിടെ മതിയോ? ഇവിടെ വെട്ടം വെളിച്ചൊന്നും ഇല്ലല്ലേ? അല്ല, നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന് കുറച്ച് ലൈറ്റ് മതി. എങ്കിൽ പിന്നെ തുടങ്ങിക്കൂ. ചേട്ടാ എനിക്കൊരു ഏണി കിട്ടൂ. ഏണിയോ? ഏണി എന്തിനാ? അല്ല, ഇതൊരു പ്രത്യേകതരം ഷോട്ടാണ്, എന്നാൽ അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. മനസ്സിലായി. വവ്വാൽ ഷോട്ടല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. വേഗം വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? എസ്കേപ്പ്. അളിയാ, നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്ന് പോടാ. നീ തൽക്കാലം ഇവിടെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ച് രക്ഷപ്പെടാൻ നോക്ക്. അല്ല, നീ ഇവിടെ ബസ്സില്? അതൊക്കെ ഞാൻ പറയാം. നീ ഇപ്പൊ ചെല്ല്, വേഗം ചെല്ല്. പെങ്ങളെ, ഹാപ്പി മാരീഡ് ലൈഫ് ഇട്ടാ വരവ് വെച്ചിരിക്കണു. എന്തായാലും വിട്ടോ, അല്ലെങ്കിൽ രാവണ വന്ന് സീത തട്ടിക്കിട്ടു. വിട്ടോ. ബൈ. ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേന് ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനാടാ പുല്ലേ. അതേ പണി എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ചി പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ. ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഇനി ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ്ണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ. അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണ. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കാണല്ലേ? നിനക്ക് വിശ്വാസം പറ്റില്ല. കേട്ടോ ഡാഡി, നിന്റെ മറ്റവനാ, അവന് വിശ്വാസമില്ലൊന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കും. ഹലോ ഹലോ ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. നമ്മൾ തമ്മിലുള്ള ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടാ, എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം? ചേട്ടന് എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അവളെയും കെട്ടി ചേട്ടാ സുഖമായിട്ട് ജീവിക്കണം. ഓ, ജീവിച്ചോളാം. ഒരപേക്ഷയുണ്ട്. എനിക്കെന്റെ ചേട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം, പ്ലീസ്.